വനിതകളുണ്ടായിരുന്നു. ഞങ്ങൾ സ്വന്തമായിട്ട് കൃഷി ചെയ്ത് എല്ലാ പ്രാവശ്യവും ഞങ്ങൾ ഇതുപോലെ പൂവൊക്കെ കച്ചവടമൊക്കെ ചെയ്യുന്നതാണ്. ഇപ്പോൾ ഞങ്ങൾ 100 രൂപയുടെ കിറ്റിനകത്ത് രണ്ട് കളറേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് 150 രൂപയുടെ കിറ്റും ഉണ്ട്. അങ്ങനെ നല്ലതായിട്ട് രാവിലെ നല്ല കച്ചവടമൊക്കെ നടന്നു. ചെറിയ മഴയൊക്കെ പെയ്ത കാരണം ഇച്ചിരി ഒന്ന് കമ്മിയാണ്, എന്നാലും കുഴപ്പമില്ല. നമുക്ക് ഇപ്പോൾ അത് വിറ്റ് തീരാനുള്ള പൂവൊക്കെ ഉള്ളൂ. എല്ലാ കൊല്ലവും വരും. നമ്മൾ ഇതിൻ്റെ വിത്ത് എന്ന് പറയുന്നത് തെങ്കാശിയിൽ നിന്ന് എടുക്കും. പിന്നെ നമ്മുടെ മൈസൂർ അവിടെ നിന്ന് കുറച്ച് തൈ കൊണ്ടുവന്നു. അങ്ങനെ രണ്ടിടത്തായിട്ട് കൊണ്ടുവന്നിട്ടാണ് നമ്മളിവിടെ കൃഷി ചെയ്തത്. ഇപ്പം നമ്മൾ ഈ വയലിൽ നട്ട പൂവ് ചെറുതായിപ്പോയി, ചെറിയ പൂവായി, ചിന്ന പൂവായി. ഈ കരയിൽ നട്ട പൂവൊക്കെ നല്ല വിട്ടത്. അതിനിപ്പോൾ ഉച്ച കഴിഞ്ഞ് കുറച്ച് പൂ കൂടെ വരും. ഇപ്പോൾ പറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ 2 ഐറ്റം മാത്രമേ ഉള്ളൂ. പിന്നെ കുറച്ച് താമര ഉണ്ടായിരുന്നു, അത് കച്ചവടമായി. താമര, ആമ്പൽ അങ്ങനെ കുറച്ചുണ്ടായിരുന്നു, അത് നേരത്തെ കച്ചവടമായി. മെനഞ്ഞാന്നൊക്കെ കച്ചവടമായി. ഇപ്പോൾ ഈ രണ്ട് കളറേ ഉള്ളൂ. വെള്ളയുണ്ടായിരുന്നു, ജമന്തിയുടെ വെള്ളയുണ്ടായിരുന്നു. അത് വെള്ളം കയറി അത് മൊത്തം അങ്ങ് നശിച്ചു. പണയിലോട്ട് വെള്ളം കയറിയിട്ട് അത് നശിച്ചല്ല. കുഴപ്പം കുഴപ്പം നഷ്ടം വരികയില്ല, ലാഭമേ ഉള്ളൂ. സഹായത്തിന് നമ്മളിപ്പം കൂടെ ഉള്ളവരെയൊക്കെ കൂട്ടുകാരികളൊക്കെ, അല്ലാതെ പുറത്തുനിന്നൊന്നും ആരെയും നമ്മൾ വേണ്ട. അവരൊക്കെ സപ്പോർട്ട്. പിന്നെ നമ്മുടെ കൂടെ വയ്ക്കുന്ന ഹസ്ബൻഡ് അവരെല്ലാം സപ്പോർട്ടാണ്. എല്ലാവരുടെയും ഹസ്ബൻഡുമാരെല്ലാം നല്ല സപ്പോർട്ടാണ്. എല്ലാവർക്കും ഓണാശംസകൾ. നന്ദി.